തെറ്റ് തിരുത്തി തന്നവർക്കൊക്കെ ഒരുപാട് നന്ദി. നിങ്ങൾ എത്ര പേർക്കറിയാം അട്ടപ്പാടിയിൽ ജയിലർ 2ൻ്റെ ഷൂട്ടിംഗ് സെറ്റ് നടക്കുന്നുണ്ട് എന്ന്? എവിടെയെന്നല്ലേ? ഗോഞ്ചൂർ എന്നൊരു അതിമനോഹര ഗ്രാമത്തിലാണ് ഷൂട്ടിംഗ് സെറ്റ് നടക്കുന്നത്. അവിടേക്ക് പോകുന്ന നിങ്ങൾക്ക് വഴി അറിയോ? ഇല്ലേ? നിങ്ങൾ എൻ്റെ കൂടെ കൂടിക്കോ, നിങ്ങൾക്ക് ഞാൻ വഴി കാണിക്കാം. 10-ാം തീയതിയൊക്കെ ആയിട്ട് ഷൂട്ടിംഗ് തുടങ്ങും. ഇപ്പോൾ സെറ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ അവിടേക്കൊന്നും അലൗഡ് ഇല്ല. ആൾക്കൊന്ന് നോക്കാം. സെറ്റ് ഇട്ടതൊക്കെ പെർമിഷൻ കിട്ടുമെന്ന് തോന്നുന്നില്ല. അത് പോലീസ് സ്റ്റേഷനിലൊക്കെ പോയി പെർമിഷൻ എടുത്ത് വരുന്നവർക്ക് മാത്രമേ അടുത്ത് പോയി കാണാനുള്ള പെർമിഷൻ അവർ കൊടുക്കുന്നുള്ളൂ. അവിടെ സെക്യൂരിറ്റി ഗാർഡ്സൊക്കെ ഉണ്ട്. മണ്ണാർക്കാട് ആനക്കട്ടി റൂട്ടിൽ കൂളിക്കടവ് ജംഗ്ഷനാണ് ഇട്ടത്. ആ ബസ് നിൽക്കുന്ന വഴിയിലാണ് നമുക്ക് പോകേണ്ടത്. കൂളിക്കടവ് നിന്ന് റേറ്റ് കട്ട് ചെയ്ത് പോയി. ഇത് നമ്മുടെ ചിറ്റൂർ കേട്ടോ. ഇത് ചിറ്റൂരത്തെ ലാൻഡ്മാർക്കാണ്. ചിറ്റൂർ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് ഈ ഒരു സ്ഥലത്തേക്ക് എത്താം. ചെറിയൊരു സ്റ്റോപ്പാണ്. അവിടെ നിന്ന് ഈ കാണുന്ന വഴിയുണ്ടല്ലോ, റൈറ്റ് സൈഡിലേക്ക് നമ്മൾ കട്ട് ചെയ്തിട്ട് പോകണം. അപ്പോൾ നമുക്ക് ഗോഞ്ചൂർ എന്ന സുന്ദര ഗ്രാമത്തേക്ക് എത്താൻ കഴിയും. അവിടെയാണ് ഷൂട്ടിംഗ് നടക്കുന്നത്. നമ്മുടെ ഇത്ര അടുത്ത് രജനി സാർ വന്നിട്ട് എങ്ങനെ കാണാതിരിക്കുക? അപ്പോൾ നിങ്ങളും ഇനി ഒരുപാട് സമയം കളയണ്ട കേട്ടോ, വേഗം പോയിക്കോ. ഇതാണ് കേട്ടോ സെറ്റ്. ഫസ്റ്റ് ഞാൻ പോയിരുന്ന സമയത്ത് എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല. അതിൻ്റെ ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു. പിന്നീടാണ് മനസ്സിലായത് ഇത് ജയിലർ 2ൻ്റെ സെറ്റാണെന്നൊക്കെ. അന്ന് ഞാനിത് ഏതോ റിസോർട്ടിൻ്റെ പണിയാണെന്ന് വിചാരിച്ചിരുന്നത്. പിന്നെ ചില ആൾക്കാരൊക്കെ പറഞ്ഞിട്ടാണ് ഞാനും അറിഞ്ഞത് ഇത് ജയിലർ 2 സിനിമയുടെ സെറ്റാണെന്ന്. അതിനുശേഷം ഞാൻ ഒന്നുകൂടി പോയിരുന്നു കേട്ടോ, എൻ്റെ ഒന്നുകൂടി കാണാൻ വേണ്ടിയിട്ട്. കാരണം അന്ന് ഞാൻ പോരുന്ന സമയത്ത് ഇത് സിനിമ സെറ്റാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുത്തിരുന്നു. കാരണം അന്ന് അത്ര പ്രൊട്ടക്ഷനൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് ഫുള്ള് ഫ്രീ ആയിരുന്നു. ഞാനിത് പോയപ്പോൾ അവിടെ കണ്ടൊരു സായാഹ്നാണ് ഇട്ടത്. എന്തൊരു മനോഹരമായിരുന്നു അറിയോ. ഈ കാണുന്നത് പോലെ നല്ല ക്യാമറയിൽ അത്ര ക്ലിയർ ആയിട്ട് എനിക്ക് ഒപ്പിയെടുക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ നമ്മൾ കണ്ണുകൊണ്ട് കാണുമ്പോഴുള്ള ആ ഒരു കാഴ്ച അതൊരു അപാരം തന്നെയാണ്.